ശ്രീ സണ്ണി ജോസഫ്, ഇവിടെ ഇപ്പോൾ റഹീം ഉന്നയിച്ചൊരു വെല്ലുവിളിയുണ്ട്. എന്നാൽ BJP വോട്ട് വേണ്ട എന്ന് പറഞ്ഞുകൂടെ എന്ന്. ചില നിർണായക സന്ധികളിൽ അവരവരുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടങ്ങളിൽ കർക്കശമായ രാഷ്ട്രീയ നിലപാട് വേണ്ടിവരും. ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാത്രമല്ല, ശക്തമായ പ്രതിരോധത്തിൻ്റെ മുന, ചില നിലപാടുകൾ കൂടിയാണ്. അങ്ങനെ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? പ്രത്യേകിച്ചും ഇത്തരം ഒരു അന്തരീക്ഷം, ഒരു മഴവിൽ സഖ്യമുണ്ട് എന്ന ആക്ഷേപം വരുമ്പോൾ. ഇപ്പോൾ SDPI പൊന്നാനിയിൽ ചർച്ച നടത്തിയല്ലോ, കൊണ്ടോട്ടിയിൽ. അതുമായി ബന്ധപ്പെട്ട് മുനീറിൻ്റെ ഒരു നിലപാടുണ്ടല്ലോ, SDPIയുടെ സഹകരണം വേണ്ട. ഇപ്പോൾ SDPI പുതിയ വാദം വയ്ക്കുകയാണ്, ഒരിടത്തും വേണ്ട എന്ന് നിങ്ങൾ പറയുമോ? അപ്പോൾ അങ്ങനെ കൂടുതൽ ഒരു ഭാഗത്ത് ആശയക്കുഴപ്പവും മറുഭാഗത്ത് ആശയ വ്യക്തതയും വരുത്തുവാനുള്ള ബാധ്യതയും ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. അതിന് മുതിരുമോ? ഇല്ലില്ല. ഇവിടെ CPM നേതൃത്വം എന്താണ് ജയരാജൻ ആദ്യമേ പറഞ്ഞത്? കോലീബി സഖ്യം. എന്ത് തെളിവാണ് അവർക്കുള്ളത്? ഇന്ത്യ രാജ്യത്ത് BJP എതിർക്കുന്ന ആരാണ്? മാർക്സിസ്റ്റ് പാർട്ടിയാ? ഇന്ത്യ രാജ്യത്ത് മാർക്സിസ്റ്റ് പാർട്ടി എവിടെയൊക്കെ മത്സരിക്കുന്നുണ്ട് നമുക്കറിയാലോ. എത്ര സീറ്റിൽ അവർ ജയിക്കാൻ പോകുന്നുണ്ട്? കോൺഗ്രസ് ആണ് BJP എതിർക്കുന്നത്. അക്കാര്യത്തിൽ സംശയമില്ല, ഒരു സഖ്യവുമില്ല. അവർ തെളിയിക്കട്ടെ സഖ്യമുണ്ടെന്ന്. അങ്ങനെ ഒരു പ്രസ്താവനയുടെ ആവശ്യവുമില്ല. കോൺഗ്രസ്, ഐക്യജനാധിപത്യ മുന്നണി, അതുമായിട്ട് പ്രകടമായിട്ട് സഹകരിക്കുന്ന ശക്തികൾ അവരുടെ വോട്ടിന്റെ ബലത്തിൽ തന്നെ ഞങ്ങൾ ജയിച്ചു വരുന്ന കാര്യത്തിൽ സംശയമില്ല. ജയരാജനും റഹീമിനുമാണ് ആശങ്ക. അതുകൊണ്ടാണ് അവർ മുൻകൂർ ജാമ്യം എടുക്കുന്നത്. ശരി, ശ്രീ A റഹീം, ഇവിടെ എന്തുകൊണ്ട് P ജയരാജനിലേക്ക് മാത്രമായി ഇവരുടെ ഈ മുദ്രാവാക്യം മാറുന്നു എന്നതിന് അദ്ദേഹം തന്നെ ഉദാഹരണങ്ങൾ പറയുകയുണ്ടായി. മറുപടി നൽകാം. അത് RSSനെതിരെ കൂടുതൽ ശക്തമായ നിലപാടെടുക്കുന്നവരെയൊക്കെ RSSന് അനിഷ്ടമുള്ളവരാണ്. സ്വാഭാവികമായും കോൺഗ്രസിനും അവരെയൊക്കെ അനിഷ്ടമുള്ളവരായിരിക്കും. ഇപ്പോൾ കണ്ണൂരിനെ കുറിച്ച് പറഞ്ഞല്ലോ. സ്വാഭാവികമായും കണ്ണൂരിലാണല്ലോ RSS ആദ്യത്തെ അവരുടെ രാഷ്ട്രീയ പരീക്ഷണമായ തലശ്ശേരി കലാപത്തിന് നേതൃത്വം കൊടുത്തത്. അവരുടെ ആസൂത്രണം ചെയ്തതാണ്. ആ റിപ്പോർട്ടുകളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ RSSൻ്റെ പരീക്ഷണ കേന്ദ്രമായ കണ്ണൂർ, ആ കണ്ണൂരിൽ അതിനെ ചെറുത്ത് നിൽക്കുന്നത് കോൺഗ്രസ് അല്ലെന്ന് കോൺഗ്രസ്സുകാർ തന്നെ സമ്മതിക്കും. അത് CPM ആണെന്ന് കോൺഗ്രസ്സുകാർ തന്നെ സമ്മതിച്ചത്. ആ CPMന് RSSന് അനിഷ്ടമാണ്, കോൺഗ്രസിനും അനിഷ്ടമാണ്. അത് സ്വാഭാവികമാണ്. ഇവിടെ അങ്ങ് ചോദിച്ച ചോദ്യത്തിൽ നിന്ന് എത്ര സമർത്ഥമായാണ് അദ്ദേഹം ഒഴിഞ്ഞു മാറിയത്. ഇനിയും അങ്ങേക്ക് സമയമുണ്ട്, ഇനിയും ഏതാണ്ട് 1 മണിക്കൂറുണ്ട്. അങ്ങ് പറ, ഈ വടകരയിൽ ശുദ്ധ മലയാളത്തിലാണ് ചോദിച്ചത് ശ്രീ വേണുവും ഞാനും. സണ്ണി ജോസഫ് പറ, ഈ പറയുന്ന സ്ഥലത്ത് BJPയുടെ വോട്ട് വേണ്ട എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വേണ്ട, ഞാൻ നിങ്ങളെ അങ്ങ് വിടുന്നു. ഇപ്പുറത്ത് വേറൊരാളുണ്ടല്ലോ, ബഹുമാനപ്പെട്ട ശ്രീ KK രമ. ഞാൻ പുരസ്സരം ചോദിക്കുന്നു, നിങ്ങളെതിരായിരുന്നു അന്ന് RMP എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കിയത്. ഞങ്ങൾക്ക് മറ്റേ തീവ്രത കുറഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നില്ലേ? ഇപ്പോഴോ നിങ്ങൾക്ക് ഈ തീവ്രത മതിയോ? നിങ്ങൾ എത്ര കണ്ട് അക്രമ രാഷ്ട്രീയത്തിനെതിരെ നിങ്ങൾ പറയുന്നൊരു കാര്യം, TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതിയാണ്, അതിൻ്റെ നേതൃത്വം കൊടുത്തയാളാണ്. P ജയരാജൻ എന്നത് പകൽ പോലെ വ്യക്തമാണ് എന്നാണ് നിങ്ങളിപ്പോൾ പറഞ്ഞ വാചകം. ഞാൻ ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പിന്തുണ കൊടുക്കുന്ന UDFൻ്റെ ഗവൺമെൻറ്റാണല്ലോ ആ കേസ് അന്വേഷിച്ചത്. എന്തേ ഈ P ജയരാജൻ പ്രതിയായില്ല? അത് സംബന്ധിച്ച് RMPയുടെ നിലപാടെന്താണ്? ഞങ്ങളാരുമല്ലല്ലോ അന്വേഷിച്ചത്, നിങ്ങളുടെ ഇഷ്ടത്തോഴർ UDF ആണല്ലോ ആ കേസ് അന്വേഷിച്ചത്. രണ്ടുപേരും അക്കാര്യത്തിൽ മറുപടി പറയണം. എന്തുകൊണ്ട് സഖാവ് P ജയരാജനെ പ്രതിയാക്കിയില്ല? P ജയരാജനെ പ്രതിയാക്കിയില്ലെന്ന് മാത്രമല്ല, CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേരെ നിങ്ങൾ അക്കാര്യത്തിൽ കള്ളക്കേസിൽ പ്രതികളാക്കിയത് വിചാരണ തുടങ്ങുന്നതിന് മുമ്പേയും വിചാരണയ്ക്ക് ഒടുവിലുമൊക്കെയായി 2 ഘട്ടങ്ങളിലായി മുഴുവൻ പേരെയും വെറുതെ വിട്ടു. ഇപ്പോഴാ കേസിൽ ആകെ ശിക്ഷിക്കപ്പെട്ടുള്ള CPMൻ്റെ ഉയർന്ന നേതാവെന്ന് പറയാവുന്ന, ആരോപിക്കാവുന്ന ഒരേ ഒരാൾ CPMൻ്റെ ഏരിയ കമ്മിറ്റി അംഗമാണ്. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണല്ലോ, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഏറ്റവും വിശ്വാസമുള്ള UDF ആണല്ലോ കേസ് അന്വേഷിച്ചത്. എന്താണ് നിങ്ങൾക്ക് അത് സംബന്ധിച്ചുള്ള നിലപാട്? ഒന്ന്. മറ്റൊരു കാര്യം, ഇതിൽ നിങ്ങൾ വ്യക്തമാക്കേണ്ട ഒരു കാര്യം, KK രമയും അതോടൊപ്പം തന്നെ KK രമ വ്യക്തമാക്കേണ്ട ഒരു കാര്യം, വലതുപക്ഷ വ്യതിയാനം എന്ന് പറഞ്ഞാണല്ലോ പോയത്. നിങ്ങളിപ്പോഴും മനസ്സിലാക്കേണ്ടത്, ആ ഒഞ്ചിയം പഞ്ചായത്തിൽ ഉൾപ്പെടെ നിങ്ങൾ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ലീഗുമായി സഖ്യം ചേർന്നു. നിങ്ങളുടെ പിന്തുണയോടുകൂടി അവിടെ UDF തൊട്ടപ്പുറത്ത് വേറൊരു പഞ്ചായത്ത് ഭരിക്കുന്നില്ലേ? അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതും, നിങ്ങൾ കുറേ പേരെ ഈ തെരുവിലേക്ക് CPM വിരുദ്ധരാക്കി മാറ്റിയും വിരുദ്ധ ചേരിയിലേക്ക് കൊണ്ടുപോയതും, അന്നേ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അന്ന് അങ്കമാലിയിലെയും കാലടിയിലെയും ഒരു പ്ലാറ്റ്ഫോമിനെ ചൂണ്ടിക്കൊണ്ടെന്ന് സഖാവ് കോടിയേരി ഉദാഹരിച്ചുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, ഇത് UDFിലേക്കുള്ള പോക്കാണ്. നിങ്ങൾ ഒഞ്ചിയം എന്ന രക്തസാക്ഷി ഗ്രാമത്തെ ഒറ്റുകൊടുക്കുകയാണ്. നിങ്ങളീ പറയുന്ന ഒഞ്ചിയത്തിൻ്റെ മണ്ണിന് പറയാനാകും കോൺഗ്രസിൻ്റെ അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച്. ഒഞ്ചിയത്തുള്ള രക്തസാക്ഷികളേറെയും ഒരു സംശയവും വേണ്ട, കോൺഗ്രസിൻ്റെ കാലത്തോ കോൺഗ്രസ്സുകാരോ കൊന്നവരാണ്. ആ രക്തസാക്ഷി കുടുംബങ്ങളുടെ മണ്ണാണ് ഈ പറയുന്ന ഒഞ്ചിയം. ആ ഒഞ്ചിയം എന്ന രക്തസാക്ഷി ഗ്രാമത്തെ ഒറ്റ് നിങ്ങൾ
അവിടുത്തെ സഖാക്കളെ തെറ്റിദ്ധരിപ്പിച്ച് ഈ CPM വിപ്ലവം പോരാ എന്ന് പറഞ്ഞ് ഇതൊരു തിരുത്തൽ പ്രക്ഷോഭമാണെന്ന് പറഞ്ഞ് നിങ്ങൾ കൊണ്ടുപോയത് UDF ക്യാമ്പിലേക്കാണ്. അത് പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. നിങ്ങൾ പൊയ്ക്കോളൂ, നിങ്ങളുടെ രാഷ്ട്രീയം അതാണ്. പക്ഷേ നിങ്ങൾ തുറന്നു പറയണം, നിങ്ങളൊക്കെ ആരൊക്കെ ഇനി ചേർന്ന് നിന്നാലും ഒരു സംശയവും വേണ്ട, സഖാവ് P ജയരാജൻ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും. പക്ഷേ അപ്പോഴും ഞാനീ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇവിടെ വെയിലത്ത് നിൽക്കുകയാണ്. സണ്ണി ജോസഫും KK രമയും അതിന് മറുപടി പറയണം. ശരി, എൻ്റെ ഒരു 2 ചോദ്യങ്ങൾ കൂടി ശ്രീ റഹീം. ഒന്ന്, ഇവിടെ ഇപ്പോൾ സണ്ണി ജോസഫ് ചൂണ്ടിക്കാട്ടുകയുണ്ടായി, ഞങ്ങൾക്കൊരു ജീവിക്കുന്ന രക്തസാക്ഷിയെ പോലും നിങ്ങൾ നൽകിയില്ല, നിങ്ങൾ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ എങ്ങനെ അത്തരം ഒരു പ്രതീകത്തെ രാഷ്ട്രീയമായ ഒരു പോർമുനയായി മുന്നോട്ട് വയ്ക്കാൻ കഴിയുമെന്ന്. ഒന്ന്. 2, ഇവിടെ അങ്ങ് തലശ്ശേരി കലാപം ഉൾപ്പെടെയുള്ള കാര്യം പറയുകയുണ്ടായി. CPM ആ രംഗത്തെ പ്രതിരോധത്തെ ചുരുക്കി കാണുന്നില്ല, ആരും ചുരുക്കി കാണുന്നില്ല. പക്ഷേ അതുമാത്രമല്ല, ഒരു ഏകമുഖ കായിക പ്രതിരോധം മാത്രമല്ല, ജനാധിപത്യത്തിൽ അഭിലഷണീയമായ പ്രതിരോധം. വട്ടിയൂർക്കാവിൻ്റെ പ്രാധാന്യം അവിടെയാണ്. വട്ടിയൂർക്കാവിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ തോൽപ്പിക്കാൻ കഴിഞ്ഞു ബാലറ്റിലൂടെ മുരളീധരൻ. അതൊരു ചെറിയ കാര്യമല്ല. ആ നേട്ടത്തെയും BJP വിരുദ്ധതയുടെ സുവർണ ലിപികളിൽ എഴുതപ്പെട്ട ഒന്നായി എന്തുകൊണ്ട് കണ്ടുകൂടാ? കാരണം നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യത്തിൽ യോജിക്കുന്നുണ്ടല്ലോ, BJPയാണ് പൊതുശത്രുവെന്ന്. നിങ്ങളെന്നുകൊണ്ട് വട്ടിയൂർക്കാവിനെയും നിയമത്തെയും ചേർത്ത് വായിക്കണം. ഞാനത് പറഞ്ഞിട്ട് മറ്റേതിലേക്ക് പോകാം. വട്ടിയൂർക്കാവിൽ K മുരളീധരൻ വിജയിച്ചു, ശരിയാണ്. അദ്ദേഹം അവിടെ ശക്തമായ മത്സരം കാഴ്ചവെച്ചു. അവിടെ മത്സരിച്ച സഖാവ് TN സീമ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും ശക്തമായ മത്സരം കാഴ്ചവെച്ചു. അതുകൊണ്ട് എന്ത് ചെയ്തു? BJPയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു. ഞാൻ ചോദിക്കുന്നു, തൊട്ടരികിലുള്ള നിയമം ഞങ്ങൾ ശക്തമായ മത്സരം കാഴ്ചവെച്ചു, സഖാവ് V ശിവൻകുട്ടി. UDF സ്ഥാനാർത്ഥി ശക്തമായ മത്സരം കാഴ്ചവെച്ചോ? ഇല്ല. വട്ടിയൂർക്കാവിൽ ഞങ്ങൾ ശക്തമായ മത്സരം കാഴ്ചവെച്ചതുപോലെ നേമത്ത് UDF സ്ഥാനാർത്ഥി ശക്തമായ മത്സരം കാഴ്ചവെക്കുകയും കോൺഗ്രസ്സുകാർ മുഴുവൻ പേരും UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുകയും BJPക്ക് ചെയ്യാതിരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ O രാജഗോപാൽ ജയിക്കുമായിരുന്നോ? ഇല്ലല്ലോ. അതിൻ്റെ മറുപടി അവിടെയുണ്ട്. മറ്റൊന്ന്, ജീവിക്കുന്ന രക്തസാക്ഷികളെക്കുറിച്ചും മറ്റുമാണ്. ദൗർഭാഗ്യകരമായ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. RSSനെ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ എതിരാളികളെ നേരിടാൻ ആശയം തന്നെയാണ് പ്രധാന ആയുധം എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ ബോധപൂർവം കലാപം സൃഷ്ടിക്കുകയും CPM പ്രവർത്തനങ്ങൾ പോലും നടത്താൻ പോലും സമ്മതിക്കാത്തൊരു സാഹചര്യത്തിലൊക്കെ ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളെല്ലാം അവസാനിപ്പിക്കണം എന്ന വളരെ തുറന്ന മനസ്സോടുകൂടി നിലപാടെടുത്ത പാർട്ടിയാണ് ഞങ്ങളുടേത്. ഇപ്പോൾ അക്രമ രാഷ്ട്രീയത്തിനെതിരെ നിലപാടെന്ന് പറയുമ്പോൾ ഒന്ന് രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട്, അത്തരങ്ങളെ തള്ളിപ്പറയുക, പ്രവർത്തകരെ തള്ളിപ്പറയുക, അല്ലെങ്കിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി മുൻകരുതലെടുക്കുക, അതിനൊരു റെക്ടിഫിക്കേഷൻ ക്യാമ്പയിൻ നടത്തുക. ഒന്ന്. 2, ഭരിക്കുന്ന ഗവൺമെൻറ് റോളുണ്ടല്ലോ, ഇത്തരം നടപടികളോട് എങ്ങനെ പെരുമാറുന്നു. ഞാൻ ചോദിക്കുന്നു, UDF ഭരണകാലത്ത് രാഷ്ട്രീയ സംഘർഷങ്ങളിൽ കൊല്ലപ്പെട്ട കേസുകളിൽ ഏത് കേസുകളിലാണ് ഇവർ ഏറ്റവും ശക്തമായ അന്വേഷണം നടത്തിയത്? TPയുടെ ഒരു കേസ് മാറ്റിവെച്ചാൽ വേറെ ഏത് കേസിലാണ്? CPM വേട്ടയാടാനുള്ള കേസ് ഒഴിച്ചാൽ വേറെ ഏത് കേസിലാണ്? UDF കോൺഗ്രസിൻ്റെ പ്രവർത്തകർ തൃശ്ശൂരിൽ 3 പേർ കൊല്ലപ്പെട്ടു. ഹനീഫ, മധു ഈച്ചരത്ത്, ലാൽജി കോളനോ. ആ കേസ് എവിടെ എത്തി? രാഷ്ട്രീയ സംഘർഷമാണ്. ഇനി പോട്ടെ, കോൺഗ്രസിന് നഷ്ടപ്പെടാത്തത് പോട്ടെ, RSSകാരുടെ അക്രമത്താൽ CPM പ്രവർത്തകർ കൊല്ലപ്പെട്ടു. 90 ദിവസത്തിനകം കുറ്റപത്രം കൊടുത്ത, വേഗതയിൽ ട്രയൽ നടത്തിയ, മുഖം നോക്കാതെ നടപടിയെടുത്ത ഒരു കേസ് ചൂണ്ടിക്കാണിച്ച്. ഇന്നലെ ഞാൻ ഇടുക്കിയിലായിരുന്നു. നെടുങ്കണ്ടത്തെ അനീഷ് രാജൻ എന്ന് പറയുന്ന SFI പ്രവർത്തകനെ കോൺഗ്രസ്സുകാർ കൊന്ന കേസാണ്. ആ കേസിൽ ഇപ്പോഴത്തെ അവസ്ഥ അറിയുമോ? ഇപ്പോഴത്തെ അവസ്ഥ, റീഎൻക്വയറിക്ക് വേണ്ടി ആ അച്ഛൻ പരാതി കൊടുത്ത് ഇപ്പോൾ യഥാർത്ഥ അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. എത്ര വർഷമായെന്നറിയോ? 7ാമത് രക്തസാക്ഷി ദിനമായിരുന്നു. കഴിഞ്ഞ UDF ഭരണകാലത്താണ്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് അതിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഞങ്ങൾക്കുൾപ്പെടെ സമരം ചെയ്യുകയും ഞാൻ ഉൾപ്പെടെ തല്ലുവാങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട്? അപ്പോൾ ഇവർ പറയുന്ന അക്രമ രാഷ്ട്രീയത്തിനെതിരെ ഇവർ പറയുന്നത് വെറുതെ പറയലാണ്, വോട്ട് തേടാനുള്ള ഒരു പുറംപണി മാത്രമാണ്. നിങ്ങൾക്ക് കാര്യത്തിലൊന്നും ആത്മാർത്ഥതയില്ല. അക്രമ രാഷ്ട്രീയത്തിനെതിരെ ഞങ്ങൾ ശക്തമായി നിലപാടെടുക്കുന്നതാണ് CPIM. അതുകൊണ്ടാണ് CPIM പ്രവർത്തകരെ ക്രൂരമായി വേട്ടയാടുന്നത്. ജീവിച്ചിരിക്കുന്ന, ഞാൻ ചോദിച്ചില്ലേ, RSS ആണ് നിങ്ങളുടെ ശത്രുവെന്ന് പറയുന്നു. പക്ഷേ RSSകാരുടെ വെട്ടേറ്റ, RSSകാരുടെ ആക്രമണത്തിനിരയായ ഒരു നേതാവിനെ, ഒരു പ്രവർത്തകനെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനില്ലല്ലോ. പക്ഷേ ഞങ്ങളുടെ ജയരാജനുണ്ടെന്നേ. RSSനെതിരായ പോരാട്ടം ഈ രാജ്യത്ത് നടക്കുമ്പോൾ ആ പോരാട്ടത്തിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ ബിംബമാണ് RSSന്റെ ആക്രമണത്തിൽ ജീവിക്കുന്ന രക്തസാക്ഷിയായ സഖാവ് P ജയരാജൻ. ശരി റഹീം. ശ്രീമതി KK രമ, ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയം എങ്ങനെയാണ് CPMൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നത് എന്ന് നിങ്ങൾ അവകാശപ്പെട്ടതിനെ പറ്റി റഹീം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഞാൻ മനസ്സിലാക്കുന്ന അങ്ങ് ഇപ്പോഴും ദേശാഭിമാനിയൊക്കെ കാണുന്നുണ്ടാകുമെന്നാണ്. ഇന്ന് PM മനോജിൻ്റെ ലേഖനമുണ്ട്, അതിലെ വരികൾ ഞാൻ വായിക്കാം. വലതുപക്ഷ വ്യതിയാനം ആരോപിച്ചാണ് RMP എന്ന പ്രതിഭാസം രൂപം കൊണ്ടത്. വർഗരാഷ്ട്രീയം കൈയൊഴിയുന്നു എന്നാരോപിച്ച് രംഗത്ത് വന്ന ഒഞ്ചിയം പാർട്ടി വർഗശത്രുവായ കോൺഗ്രസിന് താലത്തിലാക്കി വോട്ടുകൊണ്ട് കാണിക്ക വയ്ക്കാൻ വെറുതെ തീരുമാനിക്കില്ല.
സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്താതെ UDFന് നിരുപാധികം പിന്തുണ കൊടുക്കും എന്നാണത്രേ തീരുമാനം. അതായത് സ്വന്തമായി ഇന്നുവരെ പറഞ്ഞ എല്ലാ രാഷ്ട്രീയവും മടക്കി വെച്ച് UDFന്റെ കൂടാരത്തിൽ കയറി നിന്ന് ഇടതുപക്ഷത്തിന് നേരെ ഒച്ചവെക്കുകയും ഭീഷണി മുഴക്കുകയുമാണ് RMP. അടുത്ത വാചകം ശ്രദ്ധിച്ചോളൂ രമ. എന്തായാലും അതിൻ്റെ ജന്മലക്ഷ്യം അവസാനിച്ചിരിക്കുന്നു. ശ്രീമതി രമ മറുപടി. കുറേ വിഷയങ്ങൾ പറയാനുണ്ട് വേണു. ഒന്ന് ബഹുമാനപ്പെട്ട സഖാവ് റഹീമിന് വലതുപക്ഷ വ്യതിയാനം ആരോപിച്ചുകൊണ്ടാണ് ഞങ്ങൾ CPM വിട്ട് പുതിയ പാർട്ടി രൂപീകരിച്ചത് എന്ന് സഖാവ് ഓർമ്മയുണ്ട്. അതേതായാലും നല്ല കാര്യം. തീർച്ചയായിട്ടും CPMൻ്റെ വലതുപക്ഷ വ്യതിയാനവും CPMലെ ജീർണതയെയും ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് 2008 ഞങ്ങൾ CPM വിട്ട് പുറത്തു വന്നത്. എങ്ങനെയാണ് ഞങ്ങൾ ഈ രൂപത്തിലേക്ക് ഇവിടെ ആയത് എന്നുള്ളത് സഖാവ് റഹീം ഒന്ന് അന്വേഷിക്കണം. ഒന്ന് ഇവിടുത്തെ പാർട്ടി നേതൃത്വത്തിനോടും അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളോടും ഒന്ന് അന്വേഷിക്കണം. 2008 ഞങ്ങൾ പുറത്തു വന്ന സമയത്ത് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്തത് എന്താണെന്ന് അറിയാമോ? ഞങ്ങളുടെ 65 വയസ്സ് പ്രായമുള്ള അബ്ദുൾ ഖാദർ എന്ന് പറയുന്ന ഞങ്ങളുടെ ബ്രാഞ്ച് സെക്രട്ടറിയെ ഒരു യോഗം നടക്കുന്ന സ്ഥലത്ത് കയറി ചെന്ന് കണ്ണൂരിലെ മാഹിയിൽ നിന്ന് വന്ന ഗുണ്ടാ സംഘം കയറി താടിയെല്ലും തലയും അടിച്ചു പൊട്ടിക്കുകയാണ് ആദ്യത്തെ സംഭവം. അതിനുശേഷം ഇവിടെ ഒഞ്ചിയം നാട്ടിൽ അരങ്ങേറിയ അനുഭവങ്ങൾ വലതുപക്ഷം വ്യതിയാനം പറയണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീർണതയെക്കുറിച്ച് പറയണമെങ്കിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയം സംസാരിക്കണമെങ്കിൽ ആദ്യം ഇവിടെ ജീവിക്കാൻ കഴിയണം റഹീമേ. സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാവണം. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ അഭിപ്രായം പറയാനും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ ഇവിടെ ഞങ്ങൾ എന്താണ് അനുഭവിച്ചതെന്ന്. എങ്ങനെ ഞങ്ങൾ ഈ തീരുമാനത്തിലേക്ക് എത്തിക്കുന്ന തരത്തിൽ എത്തി എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. ആരാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചത്? ഞങ്ങൾ SFIയുടെയും DYFIയുടെയും CPMൻ്റെയും സജീവ പ്രവർത്തകരായിരുന്ന ജീവിതം മുഴുവൻ ഒരു പാർട്ടിക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച ആളുകളായിരുന്നു ഞങ്ങൾ. ഞങ്ങൾക്ക് ഞങ്ങളുടെ പഠിപ്പോ ഞങ്ങളുടെ ജീവിതമോ അല്ലായിരുന്നു പ്രധാനം. എന്തായിരുന്നു അറിയാമോ? പാർട്ടിയായിരുന്നു. പാർട്ടിക്ക് അപ്പുറത്തേക്ക് ഒരക്ഷരം ഞങ്ങൾ സംസാരിക്കില്ലായിരുന്നു. ദേശാഭിമാനിക്ക് അപ്പുറത്ത് മറ്റൊന്ന് വായിക്കില്ലായിരുന്നു. അതായിരുന്നു ഇവിടുത്തെ ജനങ്ങൾ. അത്രമാത്രം പാർട്ടിയെ സ്നേഹിച്ച് പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ജനതയായിരുന്നു ഞങ്ങൾ. മറക്കരുത് റഹീം, എന്തായിരുന്നു ഞങ്ങളുടെ ചരിത്രമെന്ന്. എങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്? എങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എത്തിച്ചേർത്തിയത്? എങ്ങനെയാണ്? 2012 മെയ് 4 സഖാവ് TP ചന്ദ്രശേഖരനെ അരുംകൊല ചെയ്ത് വെട്ടി നുറുക്കിയത് എന്തിനായിരുന്നു? നിങ്ങൾ എന്ത് രാഷ്ട്രീയത്തിന്റെ പേരിലാണ്? അദ്ദേഹം വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചപ്പോൾ ആ രാഷ്ട്രീയം പറഞ്ഞോട്ടെ. അത് ജനാധിപത്യപരമായ രീതിയിൽ ആശയ പോരാട്ടത്തിലൂടെ നേരിടാമായിരുന്നില്ലേ നിങ്ങൾക്ക്? എന്തിനാ നിങ്ങൾ ഈ വിധം വെട്ടി നുറുക്കിയത്? ഇവിടെ ജീവച്ചവങ്ങളായിട്ട് ഇന്നും നിരവധി ആളുകൾ ജീവിക്കുകയാണ് റഹീം. നിങ്ങളൊന്ന് വരണം ഒഞ്ചിയത്തേക്ക്, ഞങ്ങൾ കാണിച്ചു തരാം. ജോലിക്ക് പോലും പോകാൻ കഴിയാതെ വീടുകളിൽ ഇന്നും കഴിയുന്ന ആളുകളുണ്ട്. ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞങ്ങൾ ഇവിടെ അനുഭവിക്കുന്ന ഒരു പ്രശ്നം നിങ്ങൾ അറിയണം. കേരളത്തിലെ ജനത നിങ്ങൾ അറിയാഞ്ഞിട്ടല്ല, കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കുന്നത് ബഹുമാനപ്പെട്ട റഹീം. താങ്കൾ DYFIയുടെ ഒരു ഉയർന്ന നേതാവാണ്. വളരെ ബഹുമാനത്തോടു കൂടിയാണ് കാണുന്നത്. കാരണം ഇത്തരത്തിലുള്ള തിരുത്തൽ ശക്തികൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ആളുകളാണ് നിങ്ങൾ. ജനാധിപത്യപരമായ അഭിപ്രായം പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി വാദിക്കേണ്ട ആളുകളാണ് നിങ്ങൾ. നിങ്ങൾ ഇതിനെ ന്യായീകരിക്കുകയല്ല വേണ്ടത്. എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് RMP എത്തിച്ചു എന്ന് നിങ്ങൾ ആലോചിക്കണം. ഇവിടെ മനുഷ്യൻ ഞങ്ങൾ വലതുപക്ഷ കൂടാരത്തിലേക്ക് കയറുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇടതുപക്ഷ രാഷ്ട്രീയം പറയാൻ ശക്തമായ ഞങ്ങൾ വിചാരിക്കുന്ന ആ പ്രത്യയശാസ്ത്രം മുന്നോട്ട് വെക്കാനുള്ള സാഹചര്യം ഉണ്ടാവണ്ടേ? 2 കാലിൽ ഇവിടെ നിവർന്നു നിൽക്കാൻ കഴിയണ്ടേ? അങ്ങനെ കഴിയുന്നൊരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പോരാട്ടം. അറിയണം നിങ്ങൾ, ഞങ്ങളുടെ രാഷ്ട്രീയത്തിലെ പ്രത്യേക ഞങ്ങളുടെ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. ഇവിടെ ജീവിക്കുമ്പോൾ അവരുടെ ജീവനോപാധികൾ ഓരോ ദിവസവും തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾ ഇവിടെ അനുഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് അറിയാമോ റഹീമേ? കഴിഞ്ഞ 2016 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ CK നാണു ജയിച്ചപ്പോൾ ഇവിടെ ഞങ്ങൾ മത്സരിച്ചിരുന്നു. ഞങ്ങൾ ഇവിടെ 4ാമത് കക്ഷിയായിട്ടാണ് മത്സരിച്ചത്. ഇവിടെ LDF, UDF, BJP 4ാമത്തെ ശക്തി തനിച്ച് ഞങ്ങളുടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ മത്സരിച്ചത്. ഒരു അധികാരത്തിന്റെ പിറകെയും പോയിട്ടില്ല. അന്ന് വേണമെങ്കിൽ ഈ UDFന്റെ കൂടെ ചേർന്നുകൊണ്ട് ഞങ്ങൾക്കൊരു MLA സ്ഥാനം വാങ്ങാമായിരുന്നു. ഒരു അധികാരവും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. നിങ്ങൾ കാലങ്ങളായി പറഞ്ഞു വരുന്നു ഞങ്ങൾ UDFന്റെ ഭാഗമാണ്, UDFന്റെ B ടീമാണെന്ന്. വളരെ കൃത്യമായിട്ട് അതിനെ നേരിട്ടുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. പോകാമായിരുന്നു. ആ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കറിയാമോ ഇവിടെ വടകരയിൽ നിങ്ങൾ CK നാണു വിജയിച്ച സമയത്ത് എന്താണ് നിങ്ങൾ ഇവിടെ കാട്ടിക്കൂട്ടിയതെന്ന്?
ഇവിടെ എത്ര വീടുകളിലാണ് നിങ്ങളുടെ ഗുണ്ടാ സംഘങ്ങൾ, അത് കണ്ണൂരിൽ നിന്ന് വന്ന ജയരാജൻ സെക്രട്ടറിയായ കണ്ണൂരിൽ നിന്ന് വന്ന ഗുണ്ടകളുടെയാണ്. ഇവിടുത്തെ വീടുകൾ നിരങ്ങുകയായിരുന്നു, സ്ത്രീകൾ ഉൾപ്പെടെ അടിച്ചിടുകയായിരുന്നു, ചെറിയ കുട്ടികളെ 4 വയസ്സായ പിഞ്ചു കുട്ടിയെ വരെ വെറുതെ വിട്ടില്ല നിങ്ങളുടെ ക്രിമിനൽ സംഘം. എന്താ ചെയ്ത തെറ്റ്? ഞങ്ങൾ രാഷ്ട്രീയത്തിൽ മത്സരിച്ചതാണോ തെറ്റ്? എന്തിനാണ് നിങ്ങൾ അത് ചെയ്തത്? ഇവിടെ ഞങ്ങൾ ആ അടിച്ചിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പോലും നിങ്ങളുടെ CPM-ന്റെ ഗുണ്ടകൾ അനുവദിച്ചില്ല. അറിയാമോ സഖാവ് റഹീമിന് എങ്ങനെയാണ് ഈ ഒരു സാഹചര്യം ഉണ്ടായതെന്ന്? പഠിക്കണം നിങ്ങൾ, അറിയില്ലെങ്കിൽ പഠിക്കണം. വെറുതെ ചാനലുകൾക്ക് മുന്നിൽ വന്ന് ഞങ്ങളുടെ UDF-ന്റെ ഭാഗമായി ഇത് തീർന്നു എന്ന് പറയല് കാലങ്ങൾ കുറേയായി പറയുന്നു. ഇവിടെ ഞങ്ങളുടെ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത്. ഇതൊരു ശക്തമായ രാഷ്ട്രീയ സമരമാണ്. ഈ പാർലമെന്റ് രാഷ്ട്രീയം ഞങ്ങൾക്ക് ഒരു സംശയം വേണ്ട. ഞങ്ങൾ ജയരാജനെ അതിശക്തമായിട്ട് സമരം നടത്തുമ്പോൾ അതിശക്തമായ രാഷ്ട്രീയ സമരമാണ്. എന്താണെന്നറിയാമോ? സഖാവ് ചന്ദ്രശേഖരനെ വെട്ടി നുറുക്കാൻ വേണ്ടിയിട്ട് കണ്ണൂരിൽ നിന്ന് P. ജയരാജൻ ജില്ലാ സെക്രട്ടറിയായ കണ്ണൂരിൽ നിന്നാണ് ഗുണ്ടകൾ കോഴിക്കോട്ടെത്തിയത്. എങ്ങനെയാ വന്നത്? ജയരാജൻ അറിയാതെ വരുമോ? നിങ്ങൾ പറയണം. ഇവിടുത്തെ ഇപ്പോഴും കോടതി, ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞു ഒരു ഗൂഢാലോചന കുറ്റം പറ്റി കേവലം ഒരു ഏരിയ കമ്മിറ്റി മെമ്പറെ ശിക്ഷിച്ചു എന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞു. ആ ഏരിയ കമ്മിറ്റി കോടതി ജീവപര്യന്തത്തിന് ശിക്ഷിച്ച കുഞ്ഞനന്ദൻ ഉണ്ടല്ലോ, ഏരിയ കമ്മിറ്റി മെമ്പറായ കുഞ്ഞനന്ദൻ, അത് ഏത് ഏരിയ കമ്മിറ്റി കീഴിലാണ് റഹീം? നിങ്ങളുടെ ജയരാജൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ജില്ലയുടെ ഏരിയ കമ്മിറ്റി കീഴിൽ ആ ഏരിയ കമ്മിറ്റിയിൽ ഇപ്പോഴും നിലനിർത്തുന്ന ഒരു കൊലയാളിയെ എങ്ങനെയാ? അപ്പോൾ ഈ ജയരാജന് പങ്കില്ലെങ്കിൽ എങ്ങനെയാണ് ഇവരൊക്കെ സംരക്ഷിക്കാൻ തയ്യാറല്ലെങ്കിൽ ഇത് നടക്കുമോ? എങ്ങനെയാണ് ആ കണ്ണൂരിൽ നിന്നുള്ള അക്രമി സംഘം ഇവിടെ വരുന്ന ചന്ദ്രശേഖരനെ വെട്ടിനുറുക്കിയത്? എന്താ ചന്ദ്രശേഖരൻ ചെയ്ത തെറ്റ്? പറയണം നിങ്ങൾ. വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതാണോ തെറ്റ്? ഞങ്ങൾ നിങ്ങളുടെ അക്രമങ്ങളെ ഒന്നും വില കുറച്ച് കാണിക്കാനോ ഒന്നും ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല, നിന്നിട്ടില്ല. വളരെ കൃത്യമായിട്ട് ജനാധിപത്യപരമായി രാഷ്ട്രീയം പറയുകയാണ് ഞങ്ങൾ ഇവിടെ ചെയ്തത്. 2008 ഞങ്ങൾ RMP രൂപീകരിക്കുമ്പോൾ ഒരക്രമത്തിനും ഞങ്ങൾ വന്നില്ലായിരുന്നല്ലോ. ആരാണ് ഇവിടെ നേതൃത്വം കൊടുത്തത്? എങ്ങനെയാണ് ഞങ്ങളെ ഈ ഒരു അവസ്ഥയിലേക്ക് ഇവിടെ ഇത് ഞങ്ങളെ മാത്രമല്ല, കേരളത്തിലിരുന്ന എല്ലാ വിമത ശബ്ദങ്ങളുടെയും ഗതി ഇതാണ്. എല്ലാ വിമത ശബ്ദങ്ങളും ഈ രൂപത്തിൽ അക്രമങ്ങളും ധാർഷ്ട്യവും ഉപയോഗിച്ച് അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ രാഷ്ട്രീയം. ഈ ധാർഷ്ട്യം നിങ്ങൾ അവസാനിപ്പിക്കണം. ഈ അക്രമം നിങ്ങൾ അവസാനിപ്പിക്കണം. ഈ ക്രിമിനൽ രാഷ്ട്രീയം നമ്മുടെ രാജ്യത്ത് അവസാനിക്കണം. ആ ക്രിമിനൽ രാഷ്ട്രീയത്തിനെതിരെയുള്ള പോരാട്ടമാണ് വടകരയിൽ നടക്കുന്നത്. ആ പോരാട്ടം തീർച്ചയായിട്ടും വടകരയിലെ ജനാധിപത്യ സമൂഹം അതിന് വിധിയെഴുതും, ഒരു സംശയം വേണ്ട. ഇവിടെ മനുഷ്യരുണ്ട്, മനുഷ്യ സ്നേഹികളുണ്ട്. ഞങ്ങളെയൊക്കെ വേദന അറിയുന്ന ആൾ, ചന്ദ്രശേഖരനെ അറിയുന്ന ആളുകൾ, ഞങ്ങളുടെ ആ വേദന പങ്കുവെക്കുന്ന ജനത ഇവിടെയുണ്ട്. അത് CPM-ൽ ഉൾപ്പെടെ. നേരത്തെ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ഇപ്പോഴും ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി കാണുന്ന CPM-ലെ ആളുകൾ എല്ലാവരും അങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അവകാശമില്ല. പക്ഷെ ഒരു തരം ക്രിമിനൽ സ്വഭാവത്തിലേക്ക് ഈ പാർട്ടി മാറുന്നു, അതിന്റെ നേതൃത്വം മാറുന്നു. തിരുത്താൻ വേണ്ടി നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? തിരുത്തണ്ടേ നിങ്ങൾ? ബഹുമാനപ്പെട്ട റഹീം, നിങ്ങൾ DYFI-യുടെ സംസ്ഥാന നേതാവാണ്. തിരുത്തണം ആ പാർട്ടിയിൽ. എല്ലാ പാർട്ടികൾക്കും ഇവിടെ അഭിപ്രായം പറയാനുള്ള അവകാശം ഉണ്ടാകണം, സ്വാതന്ത്ര്യം ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. നിങ്ങൾ വലതുപക്ഷത്തേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാക്കിൽ ഞങ്ങൾക്ക് വലതുപക്ഷമോ ഇടതുപക്ഷമോ രാഷ്ട്രീയം പറയാൻ നിൽക്കാൻ കഴിയണ്ടേ? ആ സാഹചര്യം ഉണ്ടാവണ്ടേ? ഏത് തിരഞ്ഞെടുപ്പ് വന്നാലും ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നു. എന്ത് പ്രശ്നമുണ്ടാകും ഇവിടുത്തെ ജനത ആക്രമിക്കപ്പെടുന്നു. കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയുമോ ഞങ്ങൾക്ക്? തീർച്ചയായിട്ടും ജനാധിപത്യപരമായി ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളെ ഞങ്ങൾ അതിന് സഹകരിക്കും. അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് UDF-ന് നിരുപാധികമായ പിന്തുണ നൽകുന്നത്. അത് UDF രാഷ്ട്രീയത്തോടുള്ള അനുഭാവം കൊണ്ടല്ല, ആ രാഷ്ട്രീയത്തോട് നിലപാട്, ആ രാഷ്ട്രീയത്തോട് അടുപ്പമുണ്ടോന്നല്ല. വളരെ കൃത്യമായി ആ രാഷ്ട്രീയത്തിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ നിലപാട് സ്വീകരിച്ചത്. അത് UDF-ലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല. അത് ഇവിടുത്തെ ജനതയ്ക്കറിയാം, RMP-യുടെ പ്രവർത്തകർക്കറിയാം. ഒരു സംശയവും റഹീമിന് വേണ്ട. ശരി, ഞാനൊരു ഇടവേളയിലേക്ക് പോകേണ്ട. ഇടവേളയ്ക്ക് ശേഷം മറ്റതിഥികളുടെ പ്രതികരണങ്ങളിലേക്ക്. സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു. ശ്രീ സണ്ണി ജോസഫ് MLA-യിലേക്ക് വരുന്നതിന് മുൻപായി റഹീമിന്. ശ്രീമതി KK രമ ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ ഞാൻ ചോദിച്ച ചോദ്യത്തിനൊന്നും ഉത്തരമല്ല. ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ പറഞ്ഞതേയില്ല. നിങ്ങളീ പറയുന്ന നിങ്ങളുടെ ഭാവനയിൽ നിന്ന് നിങ്ങളിതെല്ലാം പറഞ്ഞല്ലോ. പാനൂരിൽ നിന്നൊരു ഏരിയ കമ്മിറ്റി അംഗം ഇതിൽ പ്രതിയായതുകൊണ്ട് തന്നെ ആ ജില്ലയുടെ സെക്രട്ടറി ഇതിൽ പ്രതിയായിരിക്കുമെന്നെല്ലാം നിങ്ങളുടെ ഊഹാപോഹങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ അത്തരത്തിലുണ്ടായിരുന്ന മുഴുവൻ ആരോപണങ്ങളെക്കുറിച്ചും കൃത്യമായി അന്വേഷിച്ചത് നിങ്ങളുടെ പ്രിയപ്പെട്ട ഇഷ്ടക്കാരായ UDF ആണ്. ആ UDF എന്തുകൊണ്ട് നിങ്ങളീ പറയുന്ന P. ജയരാജനെ കുറ്റവിമുക്തനാക്കി എന്നതിന് നിങ്ങൾക്കുത്തരമില്ല തന്നല്ലോ. നിങ്ങൾ അതിനെക്കുറിച്ചൊരു അക്ഷരം മറുപടി പറഞ്ഞില്ല. 2, നിങ്ങൾ പറഞ്ഞു നിങ്ങൾ വലതുപക്ഷ ക്യാമ്പിലേക്ക് പോയി എന്നും UDF-ൻ്റെ രാഷ്ട്രീയത്തെ കേട്ടോ സണ്ണി ജോസഫേ, നിങ്ങളുടെ രാഷ്ട്രീയത്തെ ഒന്നും KK രമ അംഗീകരിക്കുന്നില്ല എന്ന് ഇതിൽ പറഞ്ഞു. പിന്നെ എന്താ പോകാനിടയായതൊക്കെ
ഞങ്ങളുടെ ഇങ്ങനെ തുടർച്ചയായ വേട്ടയാടൽ കൊണ്ട് നിവർത്തികേട് കൊണ്ട് ചെന്ന് കയറിയതാണ്. ശ്രീ വേണു എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയുകയാണ്, പച്ചക്കള്ളം വന്നിരുന്ന് പറയരുത്, വസ്തുതകൾ പരിശോധിക്കണം. ഇതേ തൊട്ട് മുൻപാണ്, ഇതേ ഈ ഘട്ടത്തിലാണ് ഒഞ്ചിയത്തൊരു ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അറബിയാണ് ജയിച്ചത് അവിടെ. ആ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ വാർത്തയായിരുന്നു. ആ സംഭവത്തോട്, ആ ഇലക്ഷനോടനുബന്ധിച്ച് ഒരു അക്രമ സംഭവം അവിടെ എവിടെയെങ്കിലും ഒരു ക്രൈം രജിസ്റ്റർ ആയി നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ ഏതെങ്കിലും വാർത്തയിൽ അങ്ങനെ ഒരു വാർത്ത ഇവിടെ ഉള്ളതായി നിങ്ങൾക്കറിയുമോ? ഒരു അക്രമ സംഭവം ഇവിടെ ഇല്ല. ഇങ്ങനെ രമ പറയുന്ന അനിഷ്ട സംഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അത് രമ പറയുന്നതൊക്കെ ഞങ്ങൾക്കെതിരെ മാത്രമാണ്. ഞാൻ ഒഞ്ചിയത്ത് വന്നിട്ടുണ്ട് ശ്രീമതി കക്കരമ. ഈ കഴിഞ്ഞ തവണയും അവിടെ വന്നിരുന്നു. ഈ കഴിഞ്ഞ ദിവസവും മടപ്പള്ളി കോളേജിൻ്റെ സമീപം നടന്ന പരിപാടിയിൽ ഞാൻ അവിടെ പങ്കെടുത്തിരുന്നു. ആ പ്രദേശത്ത് സഞ്ചരിച്ചിരുന്നു. അവിടെയെല്ലാം പോയിട്ടുണ്ട്. ഒഞ്ചിയം സ്ക്വയറിലും പോയിട്ടുണ്ട്. DYFI സംസ്ഥാന സെക്രട്ടറിയായി ഞാൻ ആദ്യം വന്നത് ഒഞ്ചിയം സ്ക്വയറിലാണ്. അപ്പോൾ എനിക്കറിയാം ആ നാടിനെക്കുറിച്ച്. അവിടെ നിങ്ങളുടെ പീഡനമേറ്റ് വാങ്ങിയ RMP പ്രവർത്തകരുടെ ക്രൂരമായ മർദ്ദനങ്ങൾക്കിരയായ, പീഡനങ്ങൾക്കിരയായ എത്ര പേരെയാണ് നിങ്ങൾക്കറിയേണ്ടത്? ഞാൻ ആ പട്ടിക നിരത്തുന്നില്ല. അപ്പോൾ ഏകപക്ഷീയമായി നിങ്ങൾ ഒരു ഭാഗം മാത്രം പറയുന്നു. എന്താണ് അപ്പുറത്ത് പോകാൻ കാരണമായിട്ട്? അങ്ങനെ ഒരു കാരണമാണോ നിങ്ങൾ പറയുന്നു? നിങ്ങൾ എന്നേ UDF ആയി. ചോറോട് പഞ്ചായത്തിൽ നിങ്ങളുടെ പിന്തുണയോടുകൂടിയല്ലേ UDF ഭരിക്കുന്നത്? നിങ്ങളുടെ 2 അംഗങ്ങൾ UDF-നല്ലേ പിന്തുണ കൊടുത്തത്? പോട്ടെ, ഒഞ്ചിയം പഞ്ചായത്തിൽ നിങ്ങൾ ഇത്ര കണ്ട് പറഞ്ഞിട്ടും ഒഞ്ചിയം പഞ്ചായത്തിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി CPIM ആണ്, നിങ്ങളല്ല. എന്നിട്ടും നിങ്ങളങ്ങനെ ഭരിക്കുന്നു. ആ ജനവിധിയെ അട്ടിമറിച്ചുകൊണ്ട് നിങ്ങൾ ഭരിക്കുന്നത് ലീഗിൻ്റെ 2 അംഗങ്ങളുടെ പിന്തുണയോടുകൂടിയാണ്. ആ ലീഗ് എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ പിന്തുണ വാങ്ങി ഭരിച്ചവരാണ് വലിയ രാഷ്ട്രീയം പറയുന്നത്, ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് വാചാലമാക്കുന്നത്. എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ശ്രീമതി കക്കരമയോട് പറയുന്നു, നിങ്ങൾ അനുഭവിച്ച ത്യാഗത്തിൻ്റെ കാര്യമെല്ലാം പറയുന്നു. പുഷ്പനെ അറിയാമോ നിങ്ങൾക്ക്? സൈമൻ ബുട്ടോയെ കേട്ടിട്ടുണ്ടാകുമല്ലോ. കൂത്തുപറമ്പിലെ റോഷൻ്റെ അച്ഛൻ വാസുവേട്ടനെ അറിയില്ലേ? അതിനേക്കാളും നിന്ന് വലിയ ത്യാഗം അന്തരിച്ച TP ചന്ദ്രശേഖരനായാലും ബഹുമാനപ്പെട്ട ശ്രീമതി കക്കരമയായാലും അനുഭവിച്ചിട്ടുണ്ടാകില്ലല്ലോ. ഈ റഹീമും അനുഭവിച്ചിട്ടില്ല, നമ്മളാരും അനുഭവിച്ചിട്ടില്ല. ത്യാഗത്തിൻ്റെ കണക്ക് പറഞ്ഞ് ഒരുപാട് കണക്ക് കൂട്ടരുത് കേട്ടോ. അളന്നു കൂട്ടിയാൽ കൂടാത്തത്ര ത്യാഗത്തിൻ്റെ മഹാപർവ്വതങ്ങൾക്ക് മുകളിൽ ഇപ്പോഴും കണ്ണുനീരോടെ ജീവിക്കുന്ന, ഇപ്പോഴും പൊരുതി ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. നഷ്ടപ്പെടലിൻ്റെ കണക്കിൻ്റെ ഒരുപാട് പർവ്വതങ്ങളുടെ മുകളിൽ നിൽക്കുന്നവർ. അവരുമായൊന്നും താരതമ്യം ചെയ്യരുത് കേട്ടോ. നമ്മുടെ ആരുടെയും, എൻ്റെ ആയാലും നിങ്ങളുടെ ആയാലും നമ്മളുടെ ആരുടെയും ജീവിതം നമ്മളൊക്കെ അങ്ങനെ അത്ര നിസ്സാരക്കാരാണ്. അത്ര വേഗമൊന്നും ചെയ്തിട്ടില്ല എന്ന് കരുതിക്കൊള്ളണം. അപ്പോൾ അങ്ങനെ ചെയ്ത ഒരുപാട് പേരുണ്ട് എന്ന് തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിയുമ്പോൾ നമ്മളൊക്കെ എന്തോ ത്യാഗം അനുഭവിച്ചിട്ടാണ് പോയതെന്നും പറയരുത്. നിങ്ങൾ അവിടെ പോയത് വേറൊന്നുമല്ല. അവിടെ അവിടെ അന്നുണ്ടായിരുന്ന തർക്കം മറ്റൊന്നും ആയിരുന്നില്ലല്ലോ ശ്രീ വേണു. എന്തായിരുന്നു? ഒരു പഞ്ചായത്തിൻ്റെ അധികാര തർക്കമല്ലേ? ഒരു മെമ്പർ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കമല്ലേ? ആര് പ്രസിഡന്റ് ആകും? തേൻ കഴിഞ്ഞപ്പോഴുള്ള പ്രസിഡന്റ് സ്ഥാനം എങ്ങോട്ട് പോകുമെന്നതിനായിരുന്നില്ലേ? ആ ദുർബലമായ അധികാരം മാത്രം മുൻവെച്ചുകൊണ്ടുള്ള ഒരു അധികാര രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ പോയിട്ട് വലിയ സൈദ്ധാന്തിക പരിവേഷം കൊടുത്തു. ജീർണത, വലതുപക്ഷ വ്യതിയാനം. എന്നിട്ട് ഇപ്പോൾ പറയുന്നു വലതുപക്ഷത്താണ് ഞങ്ങളുടെ അഭയമെന്ന്. എങ്ങനെയാണ് ശ്രീമതി കക്കരമ ഈ വാക്കുകളെല്ലാം യോജിച്ചു പോകുന്നത്? ശരി, ശ്രീ സണ്ണി ജോസഫ് MLA, ഇവിടെ കെ മുരളീധരനെ പറ്റി പറഞ്ഞത് കേട്ടല്ലോ. വേണു ഒറ്റ മിനിറ്റ് പറഞ്ഞോളൂ ശ്രീമതി രമ. അല്ല, എൻ്റെ വാക്കുകളെ തെറ്റായി വ്യാഖ്യാനിക്കരുത്. ഞാൻ വലതുപക്ഷത്തേക്ക് പോയി എന്ന് ഞാൻ പറഞ്ഞില്ല. ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച നയത്തിനെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെ ഞങ്ങൾക്ക് ഈ സമീപനം സ്വീകരിക്കേണ്ടി വന്നു എന്നത്, അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. അല്ലാതെ ഞാൻ വലതുപക്ഷത്തേക്ക് പറയാത്ത കാര്യങ്ങൾക്ക് റഹീമോ വ്യാഖ്യാനം ഉണ്ടാക്കേണ്ട. പിന്നെ മറ്റൊന്ന്, ഒഞ്ചിയം ഒരുപാട് പറയാറുണ്ട്. സമയമുണ്ടെങ്കിൽ വേണു ഞാൻ പറയാമോ? പറഞ്ഞോളൂ. ഒഞ്ചിയം പഞ്ചായത്ത് ഇലക്ഷനെ സംബന്ധിച്ച് ഇപ്പോൾ റഹീമ സൂചിപ്പിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന ബൈ ഇലക്ഷൻ, ആ ബൈ ഇലക്ഷന് ഒരു പ്രശ്നവും ഉണ്ടായില്ല എന്ന് വളരെ അഭിമാന പുരസ്സരം റഹീം സംസാരിച്ചു കഴിഞ്ഞു. ഒരു പ്രശ്നമുണ്ടല്ലോ. എങ്ങനെയാ പ്രശ്നം ഉണ്ടാവാതിരുന്നത്? ഞങ്ങൾ കോടതിയെ സമീപിച്ചതാണ്. കോടതിയെ സമീപിച്ച് പോലീസ് സംരക്ഷണത്തിലാണ് ഇവിടെ ഇലക്ഷൻ നടന്നത്. പിണറായി വിജയൻ കേരളത്തിലെ പോലീസല്ലേ? ആ പോലീസിൽ നിന്ന് സംരക്ഷണം ഉണ്ടായി നിങ്ങൾ സമ്മതിക്കുന്നല്ലോ. അല്ല, കോടതിയിൽ പോയാൽ കോടതി പോലീസ് സംരക്ഷണം നിൽക്കണ്ടേ? ഇതിലെന്ത് തർക്കം? എന്താ നിങ്ങൾ ബംഗാളിൽ ഒക്കെ നിങ്ങളിപ്പോൾ സ്വീകരിക്കുന്ന സമീപനം എന്താ? നിങ്ങൾ എങ്ങനെയാ അവിടെ നിലനിൽക്കുന്നത് ഇപ്പൊ? ശരി രമ, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ സണ്ണി ജോസഫ് MLA, ഇവിടെ വട്ടിയൂർക്കാവിൽ CPM ശക്തമായി മത്സരിച്ചത് കൊണ്ടാണ് കുമ്മനം തോറ്റത് എന്ന് റഹീം പറയുന്നു. നേമത്ത് ദുർബലമായ മത്സരം കാഴ്ചവെച്ചതുവഴി ആരെ വിജയിയാക്കി എന്നതിൻ്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും?
ശ്രീ സണ്ണി ജോസഫ് MLA? വട്ടിയൂർക്കാവ് ഞങ്ങളുടെ മണ്ഡലമായിരുന്നു, ഞങ്ങൾ ജയിച്ചു. നേമം LDFന്റെ മണ്ഡലമായിരുന്നു, അവർ തോറ്റു. ശിവൻകുട്ടിയായിരുന്നു അവിടുത്തെ സ്ഥാനാർത്ഥി. ശിവൻകുട്ടിയുടെ അസംബ്ലി പെർഫോമൻസ് എല്ലാവർക്കും നന്നായിട്ട് അറിയാമായിരുന്നു, അവർ തോറ്റു. ഞാൻ അതിനേക്കാളും ഇവിടെ പറഞ്ഞല്ലോ നേരത്തെ, എന്താ രമ ഈ അന്വേഷണം UDFന്റെ കാലത്ത് നടത്തിയ അന്വേഷണത്തിൽ CPMന്റെ കൂടുതൽ നേതാക്കന്മാർ പ്രതിയാകാത്തതെന്ന് ചോദിച്ചു. ആ അന്വേഷണം തൃപ്തികരമല്ല. അത് കോൺഗ്രസ് നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കന്മാരല്ല അന്വേഷിച്ചത്, പോലീസാണ് അന്വേഷിച്ചത്. ഏത് കോൺഗ്രസ് നേതാവാണ് നടത്തിയത്? കുറ്റസമ്മതം അല്ല, മുല്ലപ്പള്ളി രാമേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. മുല്ലപ്പള്ളി മുല്ലപ്പള്ളി രാമേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. വടകരയിലെ പാർലമെന്റ് അംഗമായ മുല്ലപ്പള്ളി രാമേന്ദ്രൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ാണ് പിടിച്ചതെന്ന്. സുധാകരൻ ഇനി ഒരു കാര്യം കൂടി, അതിനേക്കാൾ എന്നോട് പറഞ്ഞ ചോദിക്കുന്നതിനേക്കാൾ എളുപ്പം നിങ്ങൾക്ക് ഉമ്മൻചാണ്ടിയോട് ചോദിച്ചാൽ മതിയല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ അല്ല. ശ്രീ സണ്ണി ജോസഫ് ഞങ്ങൾ മെനക്കെട്ടില്ല. വളരെ കൃത്യമായി ആ കാര്യത്തിൽ ഞങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എന്താണ് അഭിപ്രായം? അത് CPMന്റെ UDFന്റെ നേതാക്കന്മാർ തമ്മിൽ ഒത്തുതീർപ്പാക്കി. അത് CPMന്റെ UDFന്റെ നേതാക്കന്മാർ തമ്മിൽ ഒത്തുതീർപ്പാക്കിയ കേസ് കേട്ടല്ലോ. ശ്രീ സണ്ണി ജോസഫ് കേട്ടല്ലോ. അഭിപ്രായ വ്യത്യാസമില്ല. സണ്ണി ജോസഫ് ഇത് കേട്ടല്ലോ. കേക്കരമ പറയുന്നത് അല്ലല്ല, പറയട്ടെ. കേട്ടല്ലോ, ഇതാണ് കേക്കരമ പറയുന്നത്. കേട്ടല്ലോ, ഇതാണ്. ഇത്രയേ ഉള്ളൂ. ഇവിടെ പ്രശ്നം എന്താണ്? ശ്രീ സണ്ണി ജോസഫ് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പം ഞാൻ സംസാരിക്കുമ്പം റഹീം ഇടപെടുന്നു. ഞാൻ റഹീമിനോട് ചോദിക്കുക, നിങ്ങളെ പാർട്ടി ഒരു അന്വേഷണം നടത്തിയല്ലോ. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ നിങ്ങളെ പാർട്ടി ഒരു അന്വേഷണം നടത്തിയില്ലേ? ആരായിരുന്നു ഈ അന്വേഷണ കമ്മീഷൻ? എത്ര പേരുണ്ടായിരുന്നു? ആരോട് ചോദിച്ചോ? നിങ്ങൾ രമയോട് ചോദിച്ചോ? രമയുടെ TP ചന്ദ്രശേഖരന്റെ മകൻ നന്ദുവിനോട് ചോദിച്ചോ? രമയുടെ അച്ഛൻ മാധവട്ടോട് ചോദിച്ചോ? TP ചന്ദ്രശേഖരന്റെ മാതാവ് ടീച്ചറിനോട് ചോദിച്ചോ? നിങ്ങൾ ആരാണ് നിങ്ങളുടെ TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയതെന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയോട് ചോദിച്ചോ? നിങ്ങൾ അന്വേഷിച്ചു? ആ അന്വേഷണ റിപ്പോർട്ട് ആദ്യം പുറത്തു കൊണ്ടുവരിക. സണ്ണി ജോസഫ് ആ അന്വേഷണം ആദ്യം പുറത്തു കൊണ്ടുവരിക. എന്നിട്ട് പോലീസ് അന്വേഷണത്തെ കുറിച്ച് പറ. പോലീസ് അന്വേഷിച്ച് ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല. ഇനിയുണ്ട്. നിങ്ങൾ പറഞ്ഞു കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനൻ മാസ്റ്റർ അദ്ദേഹത്തെ കോടതി വിട്ട ആ വിചാരണ കോടതിയുടെ ജഡ്ജ്മെന്റ് എൻ്റെ മേശപ്പുറത്തുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? സംശയത്തിന്റെ ആനുകൂല്യത്തിൽ അദ്ദേഹത്തിന്റെ നിരപരാധിത്വം ബോധ്യപ്പെട്ടിട്ടല്ല കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയെ വെറുതെ വിട്ടത്. സംശയത്തിന്റെ ആനുകൂല്യത്തിൽ ഈ ഗൂഢാലോചന കേസ് തെളിയിക്കാൻ വലിയ പ്രയാസമുണ്ട്. സംശയത്തിന്റെ ആനുകൂല്യത്തിൽ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനൻ മാസ്റ്റർ വെറുതെ വിടുന്നു എന്നാണ് ജില്ലാ കോടതി വിചാരണ. അങ്ങ് അഭിഭാഷകനാണ്. സംശയത്തിന്റെ ആനുകൂല്യം എപ്പോഴാണ് കിട്ടുന്നത്? അത് നിർബന്ധമായും പ്രതിക്കാണ് കിട്ടുക. അത് ആരുടെ പോരായ്മ ഉണ്ട്? പ്രോസിക്യൂഷന്റെ പോരായ്മ ഉണ്ട്. അത് ഡെഫിനറ്റ്ലി സമ്മതിക്കുന്നു. പ്രോസിക്യൂഷന് സാക്ഷി വിസ്താരത്തിലൂടെ മോഹനൻ മാസ്റ്റർ ഒരു ഗൂഢാലോചന കേസിൽ പങ്കാളിയാണ് എന്ന് പൂർണ്ണമായിട്ടും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. ആ സംശയത്തിന്റെ ആനുകൂല്യം മോഹനൻ മാസ്റ്റർക്ക് നൽകിക്കൊണ്ടാണ് ബെനഫിറ്റ് ഓഫ് ഡൗട്ട് അത് പ്രതിക്കാണ് കിട്ടുന്നത്. ആ ആനുകൂല്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിട്ടുള്ളത്. അതിനെതിരെ അപ്പീൽ വെക്കുന്നുണ്ട്. സുപ്രീം കോടതിയിൽ രമയുടെ പെറ്റീഷൻ നിൽക്കുന്നുണ്ട്. CBI അന്വേഷണം. ഇനി ഒരു മിനിറ്റേ ഉള്ളൂ. അതുകൊണ്ട് ശ്രീ സണ്ണി ജോസഫ് അങ്ങേക്ക് നീരസം തോന്നരുത്. റഹീമിന് ഒരു അവസരം ഞാൻ നൽകുകയാണ്. ദയവായി സഹകരിക്കും. ഒറ്റ കാര്യം, ഇവിടെ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നടന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ വേട്ടയായിരുന്നു TP കേസിൻ്റെ ഭാഗമായി ഞങ്ങളുടെ പ്രവർത്തകരെ മുഴുവൻ പേരെയും വേട്ടയാടി. യഥാർത്ഥത്തിൽ നടന്ന യഥാർത്ഥ കൊലയാളികളെ തേടിപ്പോകുന്നതിന് പകരം CPIM നേതാക്കളെ രാഷ്ട്രീയമായി നേരിടുന്നതിനുള്ള ഒരു സുവർണാവസരമായിട്ട് കോൺഗ്രസും RB ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളും അതിനെ കണ്ടു. RSS അതിനെ കാണുന്നു. ഇങ്ങനെ കണ്ടു ഒരുമിച്ച് നിന്ന് ഞങ്ങളെ വേട്ടയാടി. എന്നിട്ടും നിങ്ങൾക്കൊന്നും കിട്ടിയില്ല. എന്നിട്ട് കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ വന്നിരുന്നു പറയാണ്
ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, പ്രോസിക്യൂഷനും അപകടം പറ്റിയെന്ന്. അന്ന് ഭരണ നേതൃത്വത്തിലിരുന്ന ഒരാളും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ ഒരു അവകാശവാദം. ഇവിടെ നിങ്ങൾ അന്വേഷിച്ചതല്ലേ, ഏറ്റവും ഫലപ്രദമായി അന്വേഷിച്ചതല്ലേ എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. ഇനിയും നിങ്ങൾ കേട്ടോളൂ. നിങ്ങൾ പ്രതിചേർത്തിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ നേതാവ് കുഞ്ഞനന്ദനല്ലേ. ഞാനും ശ്രീ സണ്ണി ജോസഫും എല്ലാം ഇവിടെ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ അപ്പീലുമുണ്ട് ഹൈക്കോടതിയിൽ. അദ്ദേഹവും കുറ്റവിമുക്തനാക്കപ്പെടും. അവിടെ അദ്ദേഹത്തെ ജയിൽ അദ്ദേഹത്തിന് മേലുള്ള ആരോപണം കുഞ്ഞനന്ദന്റെ മേലുള്ള ആരോപണം തീരെ ദുർബലമാണ്. ശ്രീ സണ്ണി ജോസഫ് വെല്ലുവിളി വേണ്ടല്ലോ, നമ്മളിവിടെ ഉണ്ടല്ലോ, നമുക്ക് കാണാലോ. അങ്ങ് അഭിഭാഷകനാണല്ലോ. ശരി 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 സമയം കഴിയുന്നു. ഏതായാലും ഞാൻ ചോദിച്ചൊരു ചോദ്യത്തിന് ഇപ്പോഴും മറുപടി പറഞ്ഞില്ലല്ലോ. വടകരയിൽ BJP വോട്ട് വേണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? ശരി, വടകരയിൽ BJP വോട്ട് വേണ്ട എന്ന് ശരി ശരി ചർച്ചയ്ക്കുള്ള സമയം അവസാനിക്കണം. എന്തായാലും പല അപ്പീലുകൾ പല കേസുകളിൽ നിൽക്കുന്നുണ്ടാകാം. പക്ഷേ ഇതിപ്പോ ജനകീയ കോടതിയുടെ മുന്നിൽ നിൽക്കുന്ന വിഷയമാണ്. അവിടുത്തെ അപ്പീൽ നൽകിയിരിക്കുന്നവർക്ക് ജനവിധിക്കായി കാത്തിരിക്കാം. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കും.